ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പണ്ട് പള്ളിപ്പെരുന്നാളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ബ്ലോ പെൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബ്ലോ പെൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു മാർക്കർ പോലെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിൻ്റെ മൂട്ടിൽ നല്ല ശക്തി ഊതി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്പ്രേ പോലെ സ്കെച്ച് പെന്നകത്ത് കളർ ചാടി വരും. ഇത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെൻസിലൊക്കെ അതിൻ്റെ കൂടെ കിട്ടും. നമ്മൾ ഈ ആനയുടെയും പൂച്ചയുടെയൊക്കെ പടം ഇങ്ങനെ സ്റ്റെൻസിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു പേപ്പറിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഊതി പെയിൻറ്റ് സ്പ്രേ ചെയ്യുവാണെങ്കിൽ അത് സ്റ്റെൻസിലെടുത്ത് കഴിയുമ്പോൾ ആ ഷേപ്പിൽ നമുക്ക് പെയിൻറ്റ് കിട്ടും. അപ്പോൾ അതാണ് ബ്ലോ പെന്ന്. അപ്പോൾ നമ്മളിന്ന് അതുപോലെ ബ്ലോ പെൻ എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു. 2 തവണ ഊതിയപ്പോഴത്തേക്കും ലെങ്സിനകത്ത് കാറ്റെല്ലാം തീർന്നു പോയിട്ട് ബോധം കിട്ടു വീഴുന്നതിനും എനിക്ക് മനസ്സിലായി അത് ശരിയാവില്ലെന്ന്. അതുകൊണ്ട് ഞാനത് കളഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറേ കടയിലൊക്കെ അന്വേഷിച്ച് നടത്തൊന്നും കിട്ടിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമ്മൾ കാര്യം പിടി കാണുമല്ലോ, ഈ പടം കണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ സാധനം. ഇതാണ് ബ്ലോ പെൻ. കണ്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലോ പെന്നാണ്. അപ്പോൾ വീണ്ടും ഊതി പെയിൻ്റ് അടിക്കുന്ന ആ പരിപാടി നിർത്തിയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പമ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഹൈ ഫ്ലോ ഉള്ള എയർ പമ്പാണ്. ഇതൊരു ഡയഫ്രം എയർ പമ്പാണ്. നമ്മുടെ സോൾഡറിങ് സ്റ്റേഷനകത്തൊക്കെ ഇത് കൂട്ട് എയർ പമ്പാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ആക്രിക്കടയിൽ പോയിട്ട് സംഘടിപ്പിച്ചതാണ്. ഒരു സോൾഡറിങ് സ്റ്റേഷൻ തന്നെ കിട്ടിയപ്പോഴത്തേക്കും അത് പൊളിച്ചെടുത്ത് അതിനകത്ത് എടുത്താണ്. അപ്പോൾ എന്തായാലും അതിന് നല്ല എയർ ഫ്ലോ ഉണ്ട്, നല്ല പവറിൽ എയർ തള്ളുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലോ പെന്നാണ്. ഓക്കെ, ബ്ലോ പെൻ. അപ്പോൾ എങ്ങനെയാണ് ബ്ലോ പെൻ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ജസ്റ്റ് ഒരു മാർക്കർ വെച്ച് ഞാനൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. എക്സ്പെരിമെൻറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാർക്കർ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു ബ്ലോ പെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് പല കളർ വരുത്തുന്ന രീതിയിൽ നമുക്ക് സ്കെച്ച് പെന്നിനകത്ത് മാറ്റി ലോഡ് ചെയ്ത് സ്പ്രേ പോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോ പെന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലോ പെൻ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ബോർഡ് മാർക്കറാണ് കേട്ടോ, വൈറ്റ് ബോർഡിൽ എഴുതുന്ന മാർക്കർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മാർക്കറിൻ്റെ ഈ ബാക്ക് സൈഡിൽ ചെറിയൊരു ഹോൾ ഇടാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തെ ഈ ഇങ്ക് നിറച്ചേക്കുന്ന ഈ കാർട്രിഡ്ജിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാം കേട്ടോ. നമ്മൾ ഒരു സൈഡ് ടേപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടച്ച സൈഡ് ഇന്ന് ഉള്ളിലോട്ട് ഇടാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പേപ്പറിലോട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നല്ല ശക്തിക്ക് ഊതുവാണെങ്കിൽ നമുക്ക് പെയിൻറ്റ് സ്പ്രേ ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരു ബ്ലോ പെൻ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ നിപ്പിൻ്റെ സൈഡിൽ ഇപ്പോൾ ശകലം ഇടയുണ്ട്. ഈ ഇടയ്ക്കകത്തൂടെ ഹൈ സ്പീഡിൽ എയർ പുറത്തോട്ട് വരുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇങ്ക് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൂടുതൽ ചാടിപ്പോരും. അങ്ങനെയാണ് സ്പ്രേ പോലെ പെയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ബ്ലോ പെൻ ഉണ്ടാക്കാനും ഇതുപോലൊരു മാർക്കർ തന്നെ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സോൾഡറിങ് സ്റ്റേഷനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ സോൾഡറിങ് സ്റ്റേഷൻ്റെ അകത്ത് ഒരു എയർ പമ്പുണ്ട്. ആ എയർ പമ്പാണ് നമ്മുടെ ബ്ലോ പെന്നിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എയർ പമ്പ് ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ചെറിയൊരു ഹോളിൽ കൂടെ ആയിരിക്കും എയർ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറിനേക്കാളും കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട് നമ്മുടെ സ്കെച്ച് പെന്ന്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഈ മാർക്കറിൻ്റെ ഈ ബാക്ക് സൈഡിലെ ഹോള് നമ്മുടെ ഈ സ്കെച്ച് പെൻ ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ കുറച്ചും കൂടുതൽ വലുതാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഹോളാക്കി വലുതാക്കാവുന്നേ ഉള്ളൂ. നമ്മളത് കുറച്ചും കൂടെ വലിയ ഹോളാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തുള്ള നമ്മുടെ ഇങ്കിൻ്റെ ആ കാർട്രിഡ്ജ് അതെടുത്ത് മാറ്റാം.
അപ്പോൾ നമ്മൾ നമ്മുടെ പേനയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടല്ലേ. അപ്പോൾ ഈ ഹോൾ അടച്ചു പിടിച്ചാൽ ഇതുവഴി പെയിൻറ്റ് വരും. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി പെയിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പേന നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്ലോ പെന്ന്. അപ്പോൾ ഇനി നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും രണ്ട് പടം വരച്ച് നോക്കാം. ഓക്കെ, സ്റ്റെൻസിൽ വെച്ചുള്ള പടം. എന്താണെന്ന് എന്നോട് ചോദിക്കില്ലേ. എന്തായാലും അപ്പോൾ തോന്നിയ രീതിയിൽ ഓരോന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലോ പെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്ലോ പെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. വേറെ ഒരു മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നല്ല സിമ്പിളായിട്ട് ഒരു ബ്ലോ പെൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഊതുന്നതിന് പകരം ഇപ്പോൾ ഇതുപോലെ ഒരു എയർ ബ്ലോവർ ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ വോളിയം അക്വേറിയം പമ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇച്ചിരി ഹൈ വോളിയം ആയിട്ടുള്ള അക്വേറിയം പമ്പ് വേണം, ഹൈ എയർ ഫ്ലോ ഉള്ള അക്വേറിയം പമ്പ് വേണം. അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ എന്തായാലും ഞാനിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ സോൾഡറിങ് സ്റ്റേഷൻ, ഹോട്ട് എയർ സോൾഡറിങ് സ്റ്റേഷൻ്റെ അകത്തെ പമ്പാണ്. അപ്പോൾ ഇതുപോലുള്ള സോൾഡറിങ് സ്റ്റേഷൻ നമ്മൾ ഈ ആക്രിക്കടയിൽ, ഈ പട്ടാളക്കട എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്ക്രാപ്പ് ഡീലേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്നാൽ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വർക്കിംഗ് പരിപാടിയൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ ബ്ലോ പെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി ഐറ്റം ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.